പ്രൈസ് ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നത്തെ മോർണിംഗിലെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 45 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം ഇങ്ങനെ പറയുന്നു: നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സാധാരണമായി 45 സങ്കീർത്തനം വായിക്കുന്ന വിവാഹ വേളകളിലാണ് വായിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ കാണുവാൻ കഴിയും: രാജാവിൻ്റെ വിവാഹ ആഘോഷ ഗീതം, സംഗീത പ്രമാണിക സാരസ രാഗത്തിൽ. ഇതിന് നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുന്നതിൽ പല പല അഷ്ടരാഗം, പല പല രാഗങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. എന്നാൽ ഇത് സാരസ രാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവം പറയുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം എങ്ങനെയുള്ള നീതിയുടെ ദൈവമാണ്, നീതിയുടെ രാജാധിപതിയാണ്. പ്രിയ ഇതിൽ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ജസ്റ്റ് പ്രബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ആനന്ദ തൈലം. ആ ദൈവം എന്താണ് പറയുന്നത്? നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ എന്തുകൊണ്ടെന്ന് ചെയ്യുന്നു? ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. ആനന്ദ തൈലം. ആമേൻ. ആ ആനന്ദ തൈലം എന്താണ്? ആനന്ദ തൈലം ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ് ആനന്ദ തൈലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തൈലം, അഭിഷേക തൈലം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അത് രാജാക്കന്മാരുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശൗല് ദാവീദിനെ രാജാഭിഷേകം ചെയ്തിരിക്കുന്നു. അതുപോലെ ഹല്ലേലൂയ, ആ അഭിഷേക തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഭിഷേക തൈലം ഉണ്ടാക്കണമെങ്കിൽ, അത് ശരിക്കും സുഗന്ധമായി തീരണമെങ്കിൽ, ആ അഭിഷേക തൈലം ഒഴിക്കുന്നവരുടെ മേലെ ആ അഭിഷേകത്തിൻ്റെ ശക്തി വരണമെങ്കിൽ, ഹല്ലേലൂയ, അത് ചില പ്രക്രിയകളിൽ കൂടി കടന്നു പോകേണ്ട ആവശ്യമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ അഭിഷേക തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാമോ? അതായത് പുറപ്പാട് പുസ്തകം 30-22 മുതൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്ന: യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ച എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും, അതിൽ പകുതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും, 500 ശേക്കൽ വയനത്തൊലിയും, 1 ഹീൻ ഒലിവെണ്ണയും എടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയഞ്ഞ മൂര്. എന്താണ് ഈ അയഞ്ഞ മൂരെന്ന് പറയുന്നത്? നമുക്ക് കുന്തിരിക്കം നാം കണ്ടിട്ടുണ്ടല്ലോ. ആ കുന്തിരിക്കം എടുക്കുന്ന ഒരു മരത്തിൽ നിന്നാണ്. ആമേൻ. ആ മരത്തിൻ്റെ കറയാണ്. അതായത് ഈ മരത്തെ കത്തി കൊണ്ട് കുത്തി 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 വയ്ക്കും. അപ്പോൾ അതിൻ്റെ രക്തം പോലെ അതിൻ്റെ കറ ഒഴുകി വന്ന് അത് ഉണങ്ങി ആ തടിയോട് പറ്റിയിരിക്കും. അതിനെ ഇത് എടുക്കുന്നവർ കത്തി കൊണ്ടുവന്ന് ചെത്തിയെടുക്കും. ഹല്ലേലൂയ. ഒരു സാധനം നല്ല രീതിയിൽ അത് പണിയപ്പെടണമെങ്കിൽ അത് ചില പ്രൊസീജിയറിൽ കൂടി കടന്നു പോകണം, ചില കഷ്ടതകളിൽ കൂടി കടന്നു പോകണം. നോക്കണമേ, അയഞ്ഞ മൂര്, അതായത് അയഞ്ഞ വരുന്ന അതെന്താ പറയുക, അതിൻ്റെ കറയാണത്. ഹല്ലേലൂയ. അതിനെ ഉണങ്ങി വരുമ്പോഴാണ് നാം കുന്തിരിക്കാമെന്ന് പറയുന്നത്. അതിനെയാണ് അതിനിങ്ങനെ ഒഴുകി വന്ന് ജസ്റ്റ് കട്ടിയാകുന്നതിന്, അതായത് ഒത്തിരി ടൈറ്റ് ആകാതെ വണ്ണം അതിങ്ങനെ ഒത്തിരി ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് എടുക്കും. അതിന് അയഞ്ഞ മൂരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേത്തരമായ സുഗന്ധവർഗമായി എടുക്കേണ്ട മറ്റൊരു സാധനമാണ് സുഗന്ധ ലവംഗം. അതൊക്കെ തടിയിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ്, അതിൻ്റെ ഇൻസൈഡിൽ നിന്നുള്ള സാധനമാണ്. അതുപോലെ തന്നെ വയനത്തൊലിയൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് കറിക്ക് ഈ വയനയുടെ ഇല, മീൻസ് അതിൻ്റെ തടി, അതിൻ്റെ തൊലിയെടുത്ത് നമുക്ക് ഗരം മസാല നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ തൊലി അവർ ചെത്തിയെടുത്തിട്ട് അതിനെ ഉണക്കി അതിനെ പൊടിച്ച് ഒക്കെ എടുത്താണ് ഇതിലേക്ക് കൂട്ടുന്നത്. ആ കൂട്ടുന്നതിനൊപ്പം തന്നെ എന്തെടുക്കുന്ന അതിൻ്റെ ബേസിക് കോമ്പനൻ്റ് ആയിട്ട് അതിന് അടിസ്ഥാനപരം ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, യഹൂദന്മാരുടെ ഒലിവാണല്ലോ കൂടുതലുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിക്കുമ്പോൾ നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. എന്നാൽ യഹൂദന്മാരുടെ അവരെല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. ആ ഒലിവ് ഓയിൽ എടുക്കണമെങ്കിൽ ഒലിവിൻ്റെ കാവറിച്ച് അത് ചക്കിലിട്ട് ആട്ടിയെടുത്ത് ഒത്തിരി കഷ്ടതയിലൂടെ ആ ഒലിവ് ആ കുരുക്കൾ കടന്നു വന്നാണ് ആ നല്ല തെളിവുള്ള ഒലിവ് ഓയിൽ വരുന്നത്. ആ ഒലിവ് ഓയിലിനെ ബേസ് ആക്കിക്കൊണ്ടാണ് ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇത് എണ്ണയിൽ കിടന്ന് തീയിൽ കൂടെ കടന്നു പോയി വളരെ ഭാരത്തോടെ കഷ്ടപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, അത് വളരെ കഷ്ടതയിലൂടെ കിടന്ന് വന്നിട്ടാണ് നല്ലൊരു സുഗന്ധ തൈലമായി പുറത്തു വരുന്നത്. ആമേൻ. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത്
പുതിയതായി ഒന്നും ജനിക്കുന്നില്ല, എന്നാൽ ചത്തെങ്കിലോ അതിൽ നിന്ന് പുതിയതായി ജനിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു അഭിഷേക തൈലം നിർമ്മിക്കണമെങ്കിൽ ആരെല്ലാം അതിൽ ഭാരപ്പെടുന്നുണ്ട്? അയഞ്ഞമൂര്, അതിൻ്റെ വൃക്ഷം, വയനത്തൊലി, ആ വയനവൃക്ഷം, അതുപോലെ തന്നെ ഹല്ലേലൂയ ഒലിവെണ്ണ, ഒലിവുങ്ക, ഇതെല്ലാം വളരെ കഷ്ടതയിലൂടെ കടന്നു വരികയാണ്. എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഈ തരത്തിൽ പല കഷ്ടങ്ങൾ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾക്ക് രോഗമായിട്ടോ, കഷ്ടങ്ങളായിട്ടോ, സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടോ, പലവിധമായ ഭാരങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ വാതിൽ ദൈവം തുറക്കുക. പ്രിയ മക്കളെ, ഇതെല്ലാം വന്ന് ഈ സുഗന്ധ തൈലത്തെ ഒരു അഭിഷേക തൈലമാക്കി മാറ്റുന്നു. ആ അഭിഷേക തൈലം അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയും, ആനന്ദം നിറയും. അതാണ് ഞാൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, സന്തോഷത്തിന്റെ അഭിഷേക. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്ര കഷ്ടമുണ്ട്, അവരെപ്പോഴും സന്തോഷവരായിരിക്കുക. അവർ വളരെ കുറച്ച് മീൻസ് സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ, അവർക്ക് സാമ്പത്തികം അത് ഇല്ലെങ്കിൽ എപ്പോഴും അവർ സന്തോഷമുള്ളവരായിരിക്കും. ആ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക, സന്തോഷത്തിന്റെ, ഹല്ലേലൂയ, സമാധാനത്തിന്റെ, ആ ഒരു അഭിഷേകം ഈ പകൽക്കാലം കേൾക്കുന്നവരുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അവസ്ഥകൾ കടന്നു പോയാൽ ഈ ആനന്ദ തൈലം നിങ്ങളെ ഈ പകൽക്കാലം ബലപ്പെടുത്തട്ടെ. ആ സന്തോഷത്തിന്റെ പരിപൂർണ്ണ അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷങ്ങൾ പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വചനം കേട്ട ഓരോ മക്കളെ അവിടെ ആവശ്യങ്ങൾ കർത്താവിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു ഹല്ലേലൂയ സുഗന്ധ തൈലം ഉണ്ടാക്കുവാൻ, ഒരു അഭിഷേക തൈലം ഉണ്ടാകണം. വളരെ പ്രതികൂലങ്ങളുടെ പല വൃക്ഷങ്ങൾ കടന്നുപോയി എന്നാൽ ഹല്ലേലൂയ അത് പുറത്തു വന്നപ്പോൾ വളരെ സുഗന്ധമായി അനേകരെ സന്തോഷമിടയായതുപോലെ ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് അവരെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും മേത്തരമായി അവരെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. തിരികരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ.